രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തകിടം മറിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി രാജ്യത്തെ തന്നെ തകിടം മറിക്കുന്ന ഭരണകൂടമാണ് നമ്മുടേത്. ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തെ അഭിനന്ദിച്ച് കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം വാഗ്ദാനം ചെയ്തതിന് പിന്നാലെ ഗൗതം അദാനിക്കെതിരെ യുഎസിൽ കൈക്കൂലി തട്ടിപ്പ് കേസുകളിൽ കുറ്റപത്രം. അദാനി ഗ്രൂപ്പ് മേധാവി ഗൗതം അദാനി ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് കുറ്റാരോപണം. റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ അദാനി ഗ്രൂപ്പ് കമ്പനിയുടെ ഓഹരികൾ 20% വരെ തകർച്ച നേരിട്ടു. സൗരോർജ്ജ കരാറുകൾ ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നതാണ് പ്രധാന ആരോപണം. അദാനി എനർജി സൊല്യൂഷൻ 20% തകർച്ച നേരിട്ടു. അദാനി ഗ്രീൻ 18%, അദാനി ടോട്ടൽ ഗ്യാസ് 13%, അദാനി പവർ 14% നഷ്ടത്തിലായി. അദാനി ഗ്രൂപ്പിന്റെ മറ്റു ഓഹരികളും 10%-ലേറെ ഇടിവിലാണ്. യുഎസിലെ നിക്ഷേപകരെ കബളിപ്പിച്ചെന്നും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നുമാണ് യുഎസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ കുറ്റാരോപണം. അദാനി, അദ്ദേഹത്തിന്റെ അനന്തരവൻ സാഗർ അദാനി, അസുർ പവർ ഗ്ലോബൽ ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവായ സിറിൽ കബനീസ് എന്നിവർക്കെതിരെ തട്ടിപ്പിനും ഗൂഢാലോചനയ്ക്കും വഞ്ചനയ്ക്കുമെതിരെയാണ് കുറ്റം ചുമത്തിയിട്ടുള്ളത്. $multi-billion പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവനകൾ നടത്തി US $265 മില്യൺ, അതായത് 2237 കോടി ഇന്ത്യൻ രൂപ കൈക്കൂലി നൽകിയതായി കുറ്റപത്രത്തിൽ പറയുന്നു. 20 വർഷത്തിനുള്ളിൽ ഈ കരാറുകളിൽ നിന്ന് $200 കോടി ലാഭമുണ്ടാക്കാൻ ഉന്നമിട്ടിരുന്നു. അദാനിയെ പരാമർശിക്കാൻ ന്യൂമറോ യൂനോ, ദി ബിഗ് മാൻ തുടങ്ങിയ കോഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും പ്രോസിക്യൂട്ടർ ആരോപിച്ചു. അഴിമതി നടത്തിയ അദാനി ഇപ്പോഴും ഈ രാജ്യത്ത് സ്വതന്ത്രനായി നടക്കുന്നു. ഇത് ഞങ്ങളുടെ വാദങ്ങളെ ശരിവെക്കുന്നു. അതായത് മോദിയും അദാനിയും ഒരുമിച്ചാണ് അഴിമതി നടത്തുന്നത് എന്നും മോദി അദാനിയെ സംരക്ഷിക്കുന്നു എന്നുമാണ്. മോദിയും അദാനിയും ഒരുമിച്ചാണെങ്കിൽ അവർ ഇന്ത്യയിൽ സുരക്ഷിതരാണെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നു. അദാനിയെ സംരക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിൽ അദാനിയും മോദിയും ഒന്നാണ്. ഇത്ര വലിയ അഴിമതി നടത്തിയിട്ടും അദാനി സ്വതന്ത്രനാണ്. അദാനിയുടെ കുംഭകോണങ്ങളിൽ JPC അന്വേഷണം വേണം. അദാനി വിഷയം ഈ മാസം 25-ന് തുടങ്ങുന്ന ശീതകാല പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കും. സെബി മേധാവി മാധവി ബുച്ച് അദാനിയുടെ സംരക്ഷകയാണെന്നും രാഹുൽ ആരോപിച്ചു. ഗൗതം അദാനി, സാഗർ അദാനി എന്നിവർക്കെതിരെ ന്യൂയോർക്കിലെ അറ്റോർണി ഓഫീസ് സമർപ്പിച്ച ഗുരുതരമായ കുറ്റപത്രം അദാനിയുടെ ക്രിമിനൽ പ്രവർത്തനങ്ങളെ കുറിച്ചും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. 2020-നും 2024-നും ഇടയിൽ അദ്ദേഹം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് $250 മില്യൺ കൈക്കൂലി നൽകി. ഇന്ത്യൻ ഗവൺമെന്റിന്റെ സോളാർ പവർ പ്ലാന്റുകളുടെ പ്രൊജക്ടിന്റെ കരാറുകൾ നേടുന്നതിനാണ് ഈ കൈക്കൂലി നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ. അദാനി ഗ്രീൻ എനർജിക്കായി $3 ബില്യൺ വായ്പ എടുക്കാൻ ഗൗതം അദാനി, സാഗർ അദാനി, വിനീത് ജെയിൻ എന്നിവർ വായ്പക്കാരിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും കൈക്കൂലിക്കാര്യം മറച്ചുവെച്ചതായി കുറ്റപത്രത്തിൽ പറയുന്നു. വിദേശ വ്യാപാര ഇടപാടുകളിലെ കൈക്കൂലിക്കെതിരായ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ടിന്റെ കീഴിലാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് അദാനി ഗ്രീനിനുള്ള കരാറുകൾ ഏർപ്പെടാൻ പ്രേരണ നൽകാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് ഡോളർ കൈക്കൂലി നൽകുകയോ വാഗ്ദാനം ചെയ്യുകയോ ചെയ്തു എന്നാണ് പ്രധാന ആരോപണം. പവർ പ്ലാന്റ് പദ്ധതികളുമായി ബന്ധപ്പെട്ട് മറ്റൊരു കമ്പനിയായ അസുർ പവർ ഗ്ലോബൽ ലിമിറ്റഡ് കോഴയിൽ ഒരു ഭാഗം നൽകാൻ സമ്മതിച്ചതായും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ ആരോപിക്കുന്നു. അസുർ പവർ ഗ്ലോബലിന്റെ ഒരു ഡയറക്ടറാണ് കബനീസ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കാൻ കബനീസും മറ്റുള്ളവരും ചേർന്ന് തന്ത്രം മെനഞ്ഞതായും IECയുടെ വ്യവഹാരത്തിൽ പറയുന്നു. നിക്ഷേപകരെയും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെയും കബളിപ്പിച്ചതായി ആരോപിക്കുന്നു. ഗൗതം അദാനിക്കും സാഗർ അദാനിക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ആരോപണത്തിന് മുൻപേ കടപ്പത്ര വിൽപ്പന കുറ്റാരോപണ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് യുഎസിലെ കോർപ്പറേറ്റ് ബോണ്ട് വിപണിയിൽ $600 മില്യൺ കടപ്പത്രങ്ങൾ അദാനി ടീം പുറത്തിറക്കിയിരുന്നു. 3 ഇരട്ടിയിലേറെ ആവശ്യക്കാരെത്തിയെങ്കിലും ആരോപണ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ കടപ്പത്ര വിൽപ്പന റദ്ദാക്കി. ഫോബ്സ് മാസികയുടെ കണക്കനുസരിച്ച് $69.8 മില്യൺ ആസ്തിയുമായി ലോക കോടീശ്വര പട്ടികയിൽ 22-ാം സ്ഥാനത്താണ് അദാനി. ഹിൻഡൻബർഗിന്റെ ആരോപണത്തിന് പിന്നാലെ യുഎസിലെ കുറ്റപത്ര വിവാദം അദാനിക്ക് കനത്ത തിരിച്ചടിയായി. എന്നിട്ടും ഇതിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ അദാനിയും മോദിയും തമ്മിലുള്ള ആത്മബന്ധം. അത്രയും ബന്ധമില്ലെങ്കിൽ 2014-ൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അദാനിയുടെ ഫ്ലൈറ്റിൽ അദാനിക്കൊപ്പം വന്നിറങ്ങുമായിരുന്നു. ഓരോ ആരോപണങ്ങൾ ഉയരുമ്പോഴും മൗനം പാലിക്കുന്ന മോദി ഇന്നുണ്ടായ ഷെയർ മാർക്കറ്റ് തകർച്ചയിൽ 12 ലക്ഷം കോടി രൂപ നഷ്ടപ്പെട്ടവരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? രണ്ടുപേരുടെ സൗഹൃദത്തിന് രാജ്യം ഇത്ര വലിയ വില നൽകേണ്ടതുണ്ടോ? കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തുവാൻ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.